നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് സൃഷ്ടിക്ക് സ്വാഗതം. സുഖം ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള 5 പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ടോപ്പിക്കിൽ നിന്നുള്ള പ്രിലിംസിന്റെ MCQ കൂടെ സോൾവ് ചെയ്തായിരിക്കും നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ടോപ്പിക് MGNREGയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്നു. സോ അത് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ആർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു എക്സാം വ്യൂ പോയിന്റ് കുറച്ചുകൂടി പറഞ്ഞ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ സെക്കൻഡ് ടോപ്പിക്ക് സെക്കൻഡും തേർഡും അതേപോലെ തന്നെ പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ശരിക്കും പറയുവാണെങ്കിൽ ആദ്യത്തെ 3 ടോപ്പിക്കും നമുക്ക് ഏറെക്കുറെയും പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ പറയാൻ സാധിക്കും. സോ സെക്കൻഡ് ആൻഡ് തേർഡ് ടോപ്പിക്ക് ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവിലാണ്. ലയൺ ടൈൽഡ് മെക്കാക്യൂസിനെ കുറിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിലെ ഫ്രണ്ട് പേജിൽ ഒരു ആർട്ടിക്കിൾ ബേസിക്കലി ഉണ്ടായിരുന്നു. അപ്പോൾ അവയുടെ കൺസർവേഷൻ സ്റ്റാറ്റസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എലഫന്റ് സെൻസസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോർട്ട് ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. സോ ഈ 2 ടോപ്പിക്സും ഈ പറഞ്ഞ എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ദെൻ ഫോർത്ത് ടോപ്പിക്, ഫോർത്തും ഫിഫ്ത്തും ഈ പറഞ്ഞ നമ്മുടെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിൾസ് ആണ്. ഫോർത്ത് വൺ പോക്സോ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫിഫ്ത്ത് വൺ ഈസ് ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ്, അതായത് US ഒരു ബേസിക് നിയമമാണ്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇന്ത്യ ഇളവ് ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. സോ അപ്പോൾ ഈ 2 ടോപ്പിക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലും അതേപോലെ ഈ ഫിഫ്ത്ത് ടോപ്പിക്കും കുറച്ചേക്ക് ഈ പറഞ്ഞ പോലെ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇത്രമായിരിക്കും 5 ടോപ്പിക്ക്. അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് ആയിരിക്കും നമ്മൾ പ്രിലിംസിന്റെ MCQ ആയിട്ടും പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ആർട്ടിക്കിളിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് വൺ, തമിഴ്നാട് സാങ്ഷൻസ് റിലീസ് ഓഫ് 1229 crore rupees ഫോർ ദ റൂറൽ ജോബ്സ് സ്കീം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ബേസിക്കലി ഇത് MGNREGA സ്കീമുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള തമിഴ്നാടിന്റെ ഒരു ഷെയർ, ഒരു ഇത്ര പൈസ ഈ പറഞ്ഞ പോലെ അവർ പാസ്സാക്കിയിരിക്കും എന്നുള്ളതാണ് ആർട്ടിക്കിളിന്റെ ബേസിക് ഹെഡ്ലൈൻ ആയിട്ട് പഠിക്കേണ്ടത്. പക്ഷേ നമുക്ക് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്നും ഈ ഒരു വാർത്തയിൽ ഉപരിയായിട്ട് ആ ഒരു ആർട്ടിക്കിൾ ഡീൽ ചെയ്യുന്ന ആ ഒരു MGNREGയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മെയിൻലി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എന്താണ് MGNREGA, അത് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്? ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു സ്കീമും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ആർട്ടിക്കിൾ ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മിനിസ്ട്രി. ഓക്കെ, അപ്പോൾ അതൊന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. തുടക്കക്കാർ ഈ പറഞ്ഞ പോലെ പുതിയ കുട്ടികളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കേൾക്കാനായിട്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ മിനിസ്ട്രി, ഓക്കെ, അതിന്റെ ബേസിക് മിനിസ്ട്രി ഏതാണ്, പേരന്റ് മിനിസ്ട്രി എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ നോക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട് അതിന്റെ ബേസിക് എയിം എന്താണ്, ബേസിക് എയിം എന്താണ്? ഓരോ സ്കീം പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു എയിം കൃത്യമായിട്ടുണ്ടാവും. ഇതർ ഈ പറഞ്ഞ പോലെ വുമൺ എംപവർമെന്റ് ആകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സീനിയർ സിറ്റിസൺസ് കെയർ ആകാം. അങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് എയിം ഓരോരോ സ്കീമുകൾക്ക് ഉണ്ടാവും. സോ അത്തരത്തിൽ സ്കീമുകളുടെ എയിം നമ്മൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യണം. പിന്നെ മൂന്നാമതായിട്ട് ഈ പറഞ്ഞ പോലെ അത് ഏതെങ്കിലും പർട്ടിക്കുലർ ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം സ്ത്രീകളുടെ ഉന്നമനം, വുമൺ എംപവർമെന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ അത് പ്രഗ്നന്റ് വുമന്റെ കാര്യത്തിലേക്കുള്ള സ്കീമുകളാകാം, അല്ലെങ്കിൽ അഡോളസെന്റ് ഗേൾസിന് വേണ്ടിയുള്ള സ്കീമാകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയുള്ള സ്കീമുകളാകാം. അങ്ങനെ പർട്ടിക്കുലർ എന്തെങ്കിലും ഏജ് കാറ്റഗറി അവിടെ പറയുന്നുണ്ടെങ്കിൽ അതും കൂടെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മോണിറ്റർ ചെയ്തിരിക്കണം. സോ ഫോർത്ത് വൺ, അതായത് ഈ പറഞ്ഞ പോലെ ഏജ് കാറ്റഗറി ഒന്ന് നോക്കിയിരിക്കുന്നതായിരിക്കും. നാലാമത്തെ ഈ പറഞ്ഞ പോലെ ആ സ്കീമിന്റെ ഫണ്ടിങ് പാറ്റേൺ എങ്ങനെയാണ് പോകുന്നത്, അതായത് ഈ പറഞ്ഞ പോലെ 100% അതിന്റെ ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ് ആണ് എടുക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള സ്കീമുകൾ നമ്മൾ വിശേഷിക്കുന്ന പേരാണ് സെൻട്രൽ സെക്ടർ സ്കീമുകൾ. എന്നാൽ ഈ പറഞ്ഞ പോലെ ഒരു സർട്ടൺ ഒരു റേഷ്യോയിലാണ് അതിനെ ഫണ്ടിങ് പോകുന്നത്. സപ്പോസ് ലൈക്ക് 90:10, അതായത് ഈ പറഞ്ഞ 90% ഫണ്ട് സെൻട്രൽ ഗവൺമെന്റ്, 10% അത് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് വഹിക്കണം. അതേപോലെ 70:30 എന്നുള്ള റേഷ്യോ ഉണ്ട്, 60:40 ഉണ്ട്. അങ്ങനെ ഒരു പർട്ടിക്കുലർ റേഷ്യോയിലാണ് പോകുന്നതെങ്കിൽ അത്തരത്തിലുള്ള സ്കീമുകളെ വിളിക്കുന്നവരാണ് സെൻട്രലി സ്പോൺസേഡ് സ്കീം. അപ്പോൾ ഇതിന്റെ ഫണ്ടിങ് പാറ്റേൺ, അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളെങ്കിലും ആ സ്കീമിൽ നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നും അതുപോലെ തന്നെ നോക്കി പോകാം. MGNREGA സ്കീം ഇതിനു മുമ്പും UPSC പറഞ്ഞ പോലെ PYQസിലാണ്, പ്രിലിംസിന്റെ PYQസിനെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ എനിവേ MGNREGA സ്കീം 2005 നമ്മൾ ലോഞ്ച് ചെയ്തൊരു സ്കീമാണ്. ബേസിക്കലി പറഞ്ഞ 2005 മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നുള്ളതാണ് ബേസിക്കലി ഈ ഒരു സ്കീമിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ ഒരു സ്കീം നമ്മുടെ അർബൻ ഏരിയാസിലേക്ക് നിലവിലില്ല, പകരം എവിടെ മാത്രമേ ഉള്ളൂ, റൂറൽ ഏരിയാസിലേക്കുള്ളത്. ആ പേരിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും റൂറൽ. അപ്പോൾ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് തെറ്റിച്ചൊക്കെ ചോദിക്കാം, എവറി സിറ്റിസൺസ് എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് ചോദിക്കാം. അല്ല, ഇത് റൂറൽ ഏരിയാസിലെ ആളുകൾക്ക് മാത്രമാണ് ഈ സ്കീം നിലവിൽ അവൈലബിൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു നിയമം ഇന്ത്യ ഗവൺമെന്റ് 2005 പാസ്സാക്കിയപ്പോൾ അതിലൂടെ ഗ്യാരണ്ടി ചെയ്യുന്ന കാര്യം എന്താ ചോദിച്ചാൽ ഇറ്റ്സ് റൈറ്റ് ടു വർക്ക്. അപ്പോൾ റൈറ്റ് ടു വർക്ക് ഫോർ റൂറൽ സിറ്റിസൺ ഓഫ് ഇന്ത്യ അപ്ഹോൾഡ് ചെയ്യുന്ന ഒരു ആക്ട് ആയിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും, ഈ MGNREGA സ്കീമിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്കീമിൽ എൻറോൾ ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അവാർഡ് ചെയ്യാൻ പോകുന്ന മിനിമം 100 days ഓഫ് അൺസ്കിൽഡ് മാനുവൽ വർക്ക് ആയിരിക്കും. അപ്പോൾ എന്തുതരം ജോലിയാണ് ഇവിടെ കൊടുക്കാനായിട്ട് പോകുന്നത്? അൺസ്കിൽഡ് ആയിട്ടുള്ള മാനുവൽ വർക്കുകളും. അത് മിനിമം ഒരു വർഷം എത്ര ദിവസമാണ് കൊടുക്കുക എന്ന് പറയുന്നത്? 100 ദിവസമായിരിക്കും കൊടുക്കുന്നത്. മിനിമം ഈ പറഞ്ഞ 100 days ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ജോബ് സ്കീമാണ് MGNREGA സ്കീം. അവിടെ കൊടുക്കുന്ന ജോബ്സിന്റെ നേച്ചർ എന്തായിരിക്കും? അൺസ്കിൽഡ് ആയിട്ടുള്ള മാനുവൽ വർക്കാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക.
ഇനി ഈ സ്കീമിൽ അർഹതപ്പെട്ടിട്ടുള്ള ആർക്കൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻ അഡൽട്ട് മെമ്പർ ഓഫ് ആൻ എലിജിബിൾ റൂറൽ ഹൗസ് ഹോൾഡിലെ ഒരു അഡൽട്ട് മെമ്പർ എന്ത് ചെയ്യാം ഈ സ്കീം പ്രകാരം എൻറോൾ ചെയ്ത് വർക്ക് കാർഡ് സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഇനി വർക്ക് കാർഡ് കിട്ടിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ ജോലി കൊടുത്തില്ലെങ്കിൽ അതിന് അൺഎംപ്ലോയ്മെന്റ് വേജസും കാര്യങ്ങളും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അത് അടുത്ത സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ബേസിക് ആയിട്ട് ഈ സ്കീമിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ടു പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ദ റൂറൽ സിറ്റിസൺസ് ആൻഡ് ദെയർ ബൈ ഇംപ്രൂവ് ദെയർ എക്കണോമിക് കണ്ടീഷൻസ്. റൂറൽ ഏരിയയിലെ ആളുകൾക്ക് ജോലി കൊടുക്കുക, അതിലൂടെ അവരുടെ എക്കണോമിക് കണ്ടീഷൻസ് ഉയർത്തുക എന്നുള്ളതാണ് ഈ സ്കീമിന്റെ ഉദ്ദേശമായിട്ട് പറയേണ്ടത്. അപ്പോൾ ഈ സ്കീം നമ്മുടെ നാട്ടിലൊക്കെ നടക്കുമ്പോഴേക്കും നമ്മൾ മെയിൻലി പറഞ്ഞ കണ്ടിട്ടുള്ള സ്ത്രീകളാണ് കൂടുതലും ഈ വർക്കിനകത്ത് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല, മെയിൽസിനും പുരുഷന്മാർക്കും ഈ സ്കീമിനകത്ത് എൻറോൾ ചെയ്യാം എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അഡൽട്ട് മെമ്പർ ഓഫ് എൻ എലിജിബിൾ റൂറൽ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നുള്ളൂ, അല്ലാണ്ട് വുമണ്ണോ മെയിലിനോ എടുത്ത് പറയുന്നില്ല. അഡൽട്ട് മെമ്പർ ഓഫ് എൻ എലിജിബിൾ റൂറൽ ഹൗസ് ഹോൾഡ് ക്യാൻ എൻറോൾ ഓൺ ടു ദിസ് MGNRG സ്കീം. ഇനി ഈ MGNRG സ്കീം നമ്മൾ 2005 കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്കീം ഇവിടെ കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച ഒരു ഓർഗനൈസേഷനാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ, MKSS എന്ന് പറയും. സോ ഇത് വേണമെങ്കിൽ പ്രിലിംസിന് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗിവൺ ഓർഗനൈസേഷൻ വർക്ക് ഹാർഡ് ഫോർ ദ കമ്മിങ് അപ്പ് ഓഫ് MGNRG സ്കീം എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ ആണെന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, ദെൻ ഈ പറഞ്ഞതിന്റെ കീ പ്രൊവിഷൻസ് ഓർത്തിരിക്കണം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഈ ഒരു സ്കീമിനകത്ത് എൻറോൾ ചെയ്യപ്പെടണമെങ്കിലുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഹി ഓർ ഷീ ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം. ദെൻ മിനിമം 18 ഇയേഴ്സ് ഓഫ് ഏജ് ഉണ്ടായിരിക്കണം. 18 വയസ്സ് പൂർത്തിയായിരിക്കുന്ന ഒരാൾക്ക് ഇതിനകത്ത് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ സിറ്റിസൺ ആയിരിക്കണം, 18 ഇയേഴ്സ് ഓഫ് ഏജ് മിനിമം ഉണ്ടായിരിക്കണം, ആപ്ലിക്കേഷൻ സമയത്ത് റൂറൽ ഹൗസ് ഹോൾഡ് ആയിരിക്കണം. ദെൻ വില്ലിംഗ് ടു ഡു അൺസ്കിൽഡ് വർക്കും ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള വ്യക്തികൾക്കാണ് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഗ്യാരണ്ടീഡ് എംപ്ലോയ്മെന്റ് എത്ര ദിവസം നമ്മൾ പറഞ്ഞു? 100 ദിവസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അൺഎംപ്ലോയ്മെന്റ് വേജസ് അലവൻസ് കൊടുക്കുന്നതായിരിക്കും. അതായത് ഈ പറഞ്ഞ നമുക്ക് ജോബ് കാർഡ് കിട്ടി, ഈ പറഞ്ഞ പോലെ നമുക്ക് വർക്ക് നമ്മൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ വർക്ക് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ വർക്ക് കിട്ടുന്നില്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ വർക്ക് ഈസ് നോട്ട് അസൈൻ വിതിൻ 15 ഡേയ്സ്, 15 ദിവസമായിട്ട് ഈ പറഞ്ഞ പോലെ വർക്ക് അസൈൻ ചെയ്തിട്ടില്ല എങ്കിൽ അൺഎംപ്ലോയ്മെന്റ് അലവൻസിന് നമ്മൾ അർഹതപ്പെട്ടിരിക്കും. അതിനകത്ത് ഈ പറഞ്ഞ അലവൻസ് എന്ന് പറയുമ്പോഴേക്കും 1/4 ഓഫ് ദ മിനിമം വേജ് ഫോർ ദ ഫസ്റ്റ് ഡേ, ദാറ്റ് ഈസ് ആദ്യത്തെ 30 ദിവസം കിട്ടേണ്ടിരുന്ന ദിവസത്തിലെ വർക്കിന്റെ ഈ പറഞ്ഞ പോലെ 1/4 വെച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ദെൻ അടുത്ത കഴിഞ്ഞ ദിവസം കിട്ടേണ്ട ദിവസത്തെ വേജസിന്റെ 1/2 വീതം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ വേജസ് എന്ന് പറയുമ്പോഴേക്കും ഓരോരോ സംസ്ഥാനങ്ങളിലും ഓരോ വേജസ് ആണ്, അല്ലാണ്ട് ഈ പറഞ്ഞ ത്രൂ ഔട്ട് ഇന്ത്യയിൽ കോൺസ്റ്റന്റ് സെയിം വേജസ് അല്ല. അടുത്ത സ്ലൈഡ് ഞാൻ അത് വേജസ് ഈ പറഞ്ഞ ഓരോ സംസ്ഥാനങ്ങളുടെ വേജസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ പറയുവാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് MGNRG സ്കീം പ്രകാരം ഏറ്റവും ഹയസ്റ്റ് വേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഹരിയാനയാണ്. ഹരിയാന ഗവൺമെന്റ് ആണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് വേജസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പെർ ഡേ 374 രൂപയാണ്. 374 രൂപയാണ് ഹരിയാന ഗവൺമെന്റ് ഈ സ്കീമിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. 374 374 രൂപയാണ് കേട്ടോ. കേരളം ഓൾമോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് 346 ആ റേഞ്ചിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ചെറിയ വ്യത്യാസം ഉണ്ടാവും, എന്തായാലും ഒരു അപ്രോക്സിമേറ്റ് ഓർത്താൽ മതി. ഹരിയാനയാണ് ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഈ ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുമ്പ് ഈ പറഞ്ഞ പോലെ മിക്ക സംസ്ഥാനങ്ങളിലും റേറ്റുകൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് കേരളത്തിൽ 333 ആ റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് കുറച്ച് ഇൻക്രീസ് വരുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും നിലവിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഹരിയാനയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കും. 374 രൂപ പെർ ഡേ. ഓക്കെ, സോ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് മറ്റൊരു പ്രൊവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എൻറോൾ ചെയ്യപ്പെടുന്ന വ്യക്തികൾക്ക് അവരുടെ റെസിഡൻസിന് 5 കിലോമീറ്റർ ചുറ്റളവിൽ വർക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷൻ കൂടി ഇതിനകത്തുണ്ട്. സോ ഈ ഒരു MGNRG സ്കീമിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതിന്റെ ഏറ്റവും കൂടുതൽ അധികാരങ്ങളൊക്കെ അവിടെയാണ്. അതിന്റെ പ്ലാനിങ്ങും ഇംപ്ലിമെന്റിങ്ങും മോണിറ്ററിംഗ് കാര്യങ്ങളെല്ലാം നടത്തുന്ന പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. ദെൻ ഈ പറഞ്ഞ പോലെ ഈ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വർക്കിംഗ് കണ്ടീഷൻസും മെഡിക്കൽ ഫെസിലിറ്റീസും കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പേയ്മെന്റ്സ് വീക്ക്ലി ബേസിസിലായിരിക്കും. അപ്പോൾ ഡെയിലി ബേസിസിലല്ല ഇതിനകത്ത് പേയ്മെന്റ്സ് പോകുന്ന, പേയ്മെന്റ്സ് വീക്ക്ലി ബേസിസിലാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. പക്ഷേ അത് 15 ദിവസത്തിനപ്പുറത്തേക്ക് ഡിലേ വരാനായിട്ടും പാടില്ല. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. പേയ്മെന്റ്സ് ആർ മെയ്ഡ് ഓൺ വീക്ക്ലി ബേസിസ് എന്നുള്ള കാര്യമൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, ഇത് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കീഴിലാണ് ഈ ഒരു സ്കീം വരുന്നത്. ഇതിന്റെ പോസിറ്റീവ് ഔട്ട്കംസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. മീൻസ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത് എല്ലാവരെയും ഉദ്ദേശിച്ച് എല്ലാവർക്കും ഉള്ള ഒരു ഗ്രോത്തിനെയാണ്, അല്ലെങ്കിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുള്ള ഗ്രോത്തിനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ റൂറൽ ഏരിയാസിൽ എസ്പെഷ്യലി നമുക്ക് അറിയാമല്ലോ, കമ്പയർഡ് ടു അർബൻ ഏരിയാസ് ഗ്രോത്ത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ആ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഇത്തരത്തിലുള്ള സ്കീമുകൾ സഹായിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവ് ഔട്ട്കംസ് നമുക്ക് മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് അറിഞ്ഞിരിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ് ഗ്രോത്തിന് സഹായിക്കും എന്നുള്ളത്. രണ്ടാമത്തെ പോസിറ്റീവ് ആയിട്ടുള്ള ഐറ്റം ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി ഫോർ പുവർ. പാവപ്പെട്ട ആൾക്കാർക്ക് ഈ പറഞ്ഞ ഒരു ജീവിത മാർഗ്ഗം, ഒരു ലൈവ്ലിഹുഡ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇതിലൂടെ ഒരുക്കി കൊടുക്കുന്നത്. ദെൻ ക്രിയേഷൻ ഓഫ് ഡ്യൂറബിൾ അസറ്റ്സ്, ഇംപ്രൂവ്ഡ് വാട്ടർ സെക്യൂരിറ്റി, സോയിൽ കൺസർവേഷൻ, ഇതെല്ലാം ഈ സ്കീമിലൂടെ നടത്താക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉയർത്തിക്കൊണ്ടുവരാനായിട്ടും ഈ സ്കീം സഹായിക്കുന്നതാണ്. എസ്പെഷ്യലി എംപവർമെന്റ് ഓഫ് SC ST വുമൺ ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കും എന്നുള്ളതിന്റെ ഒരു പോസിറ്റീവ് ഘടകമായിട്ട് പറയേണ്ടതാണ്. പിന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഓഡിറ്റുകൾ ഇതിനകത്ത് നടപ്പാക്കണം എന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് റെഗുലർ ആയിട്ട് കണ്ടക്ട് ചെയ്യപ്പെടാറില്ല. ദെൻ ഫണ്ടുകളുടെ കാര്യത്തിലുള്ള ലീക്കേജസ് പലപ്പോഴും ഗവൺമെന്റുകൾ പാസ്സാക്കും, പക്ഷേ അത് അർഹതപ്പെട്ട വ്യക്തികളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് അതിന്റെ ഒരു പോരായ്മ തന്നെയാണ്. പിന്നെ ടെക്നോളജി ആൻഡ് നെറ്റ്വർക്ക് ഇഷ്യൂസ്, അതായത്
ഇപ്പം ഇതിനകത്ത് ഈ വേജസ് ആണെങ്കിലും പണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇതിന് അറ്റൻഡൻസ് മോണിറ്ററിംഗ് ഒരു പലപ്പോഴും പ്രശ്നമായിരുന്നു. അതായത് ഈ ആളുകൾ വർക്കിന് വരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ പോലെ ഇവർ വർക്ക് ചെയ്യുന്നിടത്ത് രാവിലെ ചെല്ലുമ്പോഴും അതേപോലെ ജോലി കഴിഞ്ഞിട്ടും ഇവർക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. മീൻസ് ആ വർക്കിൻ്റെ ഫോട്ടോ എടുക്കണം. അത് ജിയോ ടാഗ്ഡ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പം ജിയോ ടാഗ്ഡ് ആയിട്ട് എടുക്കുന്നു പറയുമ്പോഴേക്കും അവിടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഒക്കെ വേണം. അപ്പോൾ ഇന്റർനെറ്റ് കണക്ടിവിറ്റി കിട്ടാത്തൊരു സ്ഥലത്ത് ഒരു വർക്കിന് പോയി കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം ചിലപ്പോൾ അറ്റൻഡൻസ് മാർക്ക് ആകാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇതിന്റെ കീഴിലേക്കുണ്ട്. ഈ ടെക്നോളജി നെറ്റ്വർക്ക് ഇഷ്യൂസിന്റെ കാര്യത്തിലേക്ക് പറയാൻ പറ്റും. പിന്നെ പേയ്മെന്റ് വേജസിന്റെ കാര്യത്തിലുള്ള ഡിലേ നമ്മൾ പറഞ്ഞു വീക്ക്ലി ബേസിലാണ് 15 ദിവസത്തിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല ഡിലേ. പക്ഷേ പലപ്പോഴും ആ 15 ദിവസം ക്രോസ് ചെയ്തും ഈ ഡിലേ വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിലേ വരുമ്പോഴേക്കും ഇവർക്ക് പേയ്മെന്റ് വരും. ബാങ്ക് അക്കൗണ്ട്സ് മുഖാന്തരമാണ് പേയ്മെന്റ് വരുന്നത്. അപ്പോൾ ബാങ്കിൽ പോയി നോക്കാനായിട്ട് വർക്കിംഗ് ഡേയ്സിൽ പോയെങ്കിലും പറ്റുള്ളൂ ബാങ്ക് ഡേയ്സ്. അപ്പോൾ ആ ദിവസം ചിലപ്പോൾ വർക്ക് പോകാണ്ടായിരിക്കും ഈ ബാങ്കിൽ പോകുന്നത്. ബാങ്കിൽ ചെന്ന് കഴിയുമ്പോഴേക്കായിരിക്കും ഇത് ക്രെഡിറ്റഡ് അല്ല എന്നറിയുന്നത്. അപ്പം അന്ന് ഒരു ദിവസം കൂലിയും പോയി ഈ പറഞ്ഞ പോലെ വെറുതെ യാത്രയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇവർക്ക് നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. പിന്നെ വേജ് റേറ്റ് ഇപ്പം 374 രൂപ പെർ ഡേ എന്ന് പറയുന്നത് അതൊരു വലിയ വേജ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. കമ്പാരിറ്റീവ്ലി ലോ വേജ് റേറ്റ് തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള ചെറിയ നെഗറ്റീവ് ഔട്ട്കംസും ഇതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഇതിന്റെ വേജ് ആണ് ഇപ്പം നമ്മൾ തൊട്ടും പറഞ്ഞു ഹരിയാനയാണ് ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വേജ് കൊടുക്കുന്നത് 374 രൂപയാണ് പെർ ഡേ കൊടുക്കുന്നത്. ഏറ്റവും കുറവ് കൊടുക്കുന്ന അരുണാചൽ പ്രദേശും നാഗാലാൻഡും ആണ് 234 രൂപയാണ്. ഓക്കെ, കേരളത്തിനകത്ത് എഴുതിയിട്ടില്ല. കേരളത്തിൽ 346 രൂപ ഏതാണ്ടാണ് അപ്രോക്സിമേറ്റ്ലി ഇപ്പോൾ നിലവിലിനകത്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം വ്യൂ പോയിന്റിൽ പഠിക്കാനുണ്ടായിരുന്നത്. ഇനി നമ്മൾ അടുത്ത ആർട്ടിക്കിലേക്കാണ് ലൈൻ ട്രേഡിലെ മെക്കാക്യൂസ്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ എസ്പെഷ്യലി നമ്മുടെ കൊച്ചി എഡിഷൻ ഈ പറഞ്ഞ പോലെ ഏറ്റവും ലോവർ പോർഷനിൽ ഫ്രണ്ട് പേജിൽ ഏറ്റവും ലോവർ പോർഷനിൽ നിങ്ങൾക്ക് ഈ വാർത്ത കാണാൻ സാധിക്കും. വിത്ത് ഫുഡ്സ് കേസ് ലൈൻ ട്രേഡിൽ മെക്കാക്യൂസ് കം ഡൗൺ ഫോറസ്റ്റ് കനോപ്പീസ് എൻ്റർ ദ അർബൻ ജംഗിൾ എന്നുള്ളതാണ് ബേസിക്കലി സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇപ്പം എന്താ പറയുക, ഈ ലൈൻ ട്രേഡിൽ മെക്കാക്യൂസ് ഇത് വാൽപ്പാറ എന്ന് പറയുന്ന ഒരു ടൗണിനാണ് അടുത്ത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ സ്ഥിരം ഈ പറഞ്ഞ പോലെ ഇവയെ കാണപ്പെടുന്നു. പണ്ട് കാലങ്ങളിൽ ഇവ ടൗൺ ഏരിയാസിലേക്കൊന്നും വരാതിരുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫോറസ്റ്റ് ഏരിയാസിലെ ഫുഡിന്റെ അവൈലബിലിറ്റി കുറഞ്ഞത് മൂലമാകാം എന്ന് കരുതപ്പെടുന്നു ഇവ ടൗൺ ഏരിയാസിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സോ എനിവേ അതിന്റെ വാർത്ത അത്രയാണ്. ബട്ട് എക്സാമിന് വ്യൂ പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഈ ലയൺ ടൈൽഡ് മെക്കാക്യൂസ്, അല്ലെങ്കിൽ അവയെ പ്രധാനമായിട്ട് എവിടെയാണ് കാണപ്പെടുന്നത്, അവയുടെ ഈ പറഞ്ഞ കൺസർവേഷൻ സ്റ്റാറ്റസ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മെയിൻലി നമുക്ക് എക്സാമിന് വ്യൂ പോയിന്റിൽ പഠിക്കേണ്ടതുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എക്കോളജി എൻവയോൺമെന്റ് ആണ്. ജനറൽ സ്റ്റഡീസ് പേപ്പർ 3യുടെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ്ലി ഇതാണ് ബേസിക്കലി ആ ഒരു ലയൺ ടൈൽഡ് മെക്കാക്യൂസ്. അതിന്റെ ആ ഒരു അപ്പിയറൻസ് മുഖാന്തരമാണ് അതിനെ ലയൺ ആ ഒരു പേര് വെച്ച് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. ഓൾമോസ്റ്റ് ആ ഒരു സിമിലർ കൈൻഡ് ഓഫ് പാറ്റേൺ വെച്ചിട്ട്. സോ എനിവേ ലൈൻ ടൈൽഡ് മക്കാക്യൂസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ബേസിക്കലി ദേ ആർ നോൺ ആസ് ഓൾഡ് വേൾഡ് മങ്കി എന്നറിയപ്പെടുന്നതും ഈ ഒരു ലൈൻ ടൈൽഡ് മക്കാക്യൂസ് തന്നെയാണ്, ഓൾഡ് വേൾഡ് മങ്കി. ഓക്കെ, സോ ദെൻ one of the distinguishing features of the species is that males define the boundaries of their home ranges by calls, and there are 70 vocalizations ഇതിന്റെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവയുടെ അപ്പിയറൻസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ദർ ക്യാരക്ടറൈസ് ബൈ ഗ്രെയിൻ മെയിൻ അറൌണ്ട് ദർ ഫേസ് ആൻഡ് ദർ സംടൈംസ് കോൾഡ് ബിയർഡഡ് മങ്കീസ്. അപ്പം ഇങ്ങനെ പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, ബിയർഡഡ് മങ്കീസ് എന്ന് പറഞ്ഞ റീസെന്റ് ന്യൂസിൽ ഉണ്ടായിരുന്ന ടൈപ്പ് മങ്കീസ് ഏതാണെന്ന് ചോദിക്കാം. ദാറ്റ്സ് നത്തിങ് ബട്ട് ലയൺ ടൈൽഡ് മക്കാക്യൂസ് തന്നെയാണ്. പിന്നെ ഇവയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് ലോങ് ലയൺ ലൈക്ക് ലോങ് തിൻ ആൻഡ് ടഫ്ഡ് ടെയിൽ. ഈ പറഞ്ഞ പോലെ ഇവിടെ ഈ പറഞ്ഞ പോലെ ആ ഒരു ലയന്റെ റിസംബ്ലൻസ് ആയിട്ട് പലപ്പോഴും പറയാൻ സാധിക്കുന്നതാണ്. ദെൻ ഇവയുടെ ഹാബിറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ആ ഏരിയയിൽ നിന്നായിരിക്കും കൂടുതൽ നമുക്ക് പ്രിലിംസിന് ചോദ്യം വരുന്നത്. ഒൺലി നേറ്റീവ് ടു ഇന്ത്യ ആണ്. ലയൺ ടൈൽഡ് മക്കാക്യൂസ് ആർ ഓൺലി നേറ്റീവ് ടു ഇന്ത്യ എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലേക്ക് വെച്ചേക്കാം. ദെൻ ഇവ പ്രധാനമായിട്ടും കാണപ്പെടുന്ന ഈ പറഞ്ഞ പോലെ വെസ്റ്റേൺ ഗാർഡ്സ് റീജിയനിലാണ്. കർണാടക, കേരള, തമിഴ്നാട് മേഖലകളിലാണ് കൂടുതലായിട്ടും ലയൺ ടൈൽഡ് മക്കാക്യൂസിനെ കാണപ്പെടുന്നത്. ഇവയുടെ ബിഗസ്റ്റ് ത്രെട്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഇവയുടെ റെയിൻ ഫോറസ്റ്റ് ഹാബിറ്ററ്റ് ലോസ് ആണ്, റിസ്ട്രിക്ഷൻ ആണ് ഇവയുടെ പ്രധാനപ്പെട്ട ഭീഷണിയായിട്ട് ആക്ട് ചെയ്യുന്നത്. കൺസർവേഷൻ സ്റ്റാറ്റസ് നോക്കിയിരിക്കണം. IUCN അഥവാ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ പ്രകാരം എൻഡേഞ്ചേർഡ് എന്നുള്ള കാറ്റഗറിയിലാണ് ലയൺ ടൈൽഡ് മക്കാക്യൂസിനെ വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ദെൻ സൈറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പൻഡിക്സ് 1, അതായത് എല്ലാം ഹയസ്റ്റ് പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം ഷെഡ്യൂൾഡ് 1-ൽ പെടുന്ന ഒരു സ്പീഷി കൂടിയാണ് ലയൺ ടൈൽഡ് മക്കാക്യൂ. അതായത് ഷെഡ്യൂൾഡ് 1-ൽ പെടുന്ന സ്പീഷീസിനെ നമുക്ക് വേട്ടയാടാനായിട്ടൊന്നും സാധിക്കത്തില്ല. അത്രത്തോളം ഹയസ്റ്റ് പ്രൊട്ടക്ഷൻ ആണ് ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം നമ്മുടെ ഈ ലയൺ ടൈൽഡ് മക്കാക്യൂസിന് കൊടുത്തത്. കാരണം അത്രയും പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോഴേക്കും തന്നെ നമുക്കറിയാം അവയുടെ നമ്പർ വലിയ കൂടുതലില്ല, കമ്പാരിറ്റീവ്ലി സ്മോളർ നമ്പേഴ്സിലാണ് അവ ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഇനി നമ്മുടെ മൂന്നാമത്തെ ആർട്ടിക്കിളാണ് എലഫന്റ് സെൻസസ്, 3-day എലഫന്റ് സെൻസസ് ഇൻ സദേൺ സ്റ്റേറ്റ്സ് ഫ്രം May 23 എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം ഈ എലഫന്റ് സെൻസസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ ഈ എലഫൻസ് എന്ന് പറയുന്നു സ്ഥിരം UPSCയുടെ PYQs നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 2 years ബിഫോർ എലഫൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് UPSC പ്രിലിംസിന് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ എലഫൻസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി 2 ടൈപ്പ് എലഫൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ആഫ്രിക്കൻ എലഫൻസും
ഏഷ്യൻ എലിഫൻസും. ഇതിനകത്ത് ഓൾമോസ്റ്റ് നമ്മുടെ ഇവിടങ്ങളിൽ കാണുന്ന ഏഷ്യൻ എലിഫൻസ് ആണ്. അതുകൊണ്ട് ചോദ്യമായിട്ട് നമുക്ക് ഏറെക്കുറെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നു ഈ ഏഷ്യൻ എലിഫൻസ് തന്നെയാണ്. സോ എന്തായാലും ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രൈമറി ഡിഫറൻസുകൾ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ട്രങ്കിന്റെ ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ ആഫ്രിക്കൻ എലിഫൻസിന് 2 ഫിംഗേഴ്സ് ടിപ്സ് ആണ് ബേസിക്കലി ഉള്ളത്. ഇന്ത്യൻ എലിഫൻസിന് 1 ഫിംഗർ ആണ് ഫോർ ഗ്രാസ്പിങ്ങിനുള്ളത്. അതേ സാഹചര്യത്തിൽ ഹെഡിന്റെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ സിംഗിൾ ഡോം സ്ട്രക്ചർ ആണ് ആഫ്രിക്കൻ എലിഫൻസ് ബേസിക്കലി ഉള്ളത്. ഇന്ത്യൻ എലിഫൻസ് മീൻസ് ഏഷ്യൻ എലിഫൻസ് ആണെങ്കിൽ ഹെഡ് ട്വിൻ ഡോം ആയിരിക്കും കാണപ്പെടുന്നത്. ദെൻ ഹൈറ്റ് വൈസ് നോക്കുവാണെങ്കിൽ ആഫ്രിക്കൻ എലിഫൻസ് സ്ലൈറ്റ്ലി ഹയർ ദാൻ ഏഷ്യൻ എലിഫൻസ് ആണ്. എന്നാൽ വെയിറ്റ് വൈസ് നോക്കുമ്പോഴേക്കും കമ്പാരിറ്റീവ്ലി ഇച്ചിരി ഹയർ വെയിറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇച്ചിരി നോർമൽ വെയിറ്റ് വൈസ് നോക്കുമ്പോഴും ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ ഇച്ചിരി വെയിറ്റ് കമ്പാരിറ്റീവ്ലി ഇൻക്രീസും ഇവിടെ തന്നെയാണ് ആഫ്രിക്കൻ എലിഫൻസ് ആണ്. 15,400 LBs വരെ ഈ പറഞ്ഞ പോലെ ആഫ്രിക്കൻ എലിഫൻസിന്റെ വെയിറ്റും പോകാറുണ്ട്. ചിലപ്പോൾ ഇതൊരു ചെറിയൊരു ഡിഫറൻസ് ആണ്. ബേസിക്കലി നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് മെയിൻലി പഠിക്കേണ്ടുള്ളത് ഏഷ്യൻ എലിഫൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. India boasts the largest and the most stable population of Asian elephants, with over 60% of all wild Asian elephants calling it home. അതായത് ഏറ്റവും കൂടുതൽ ഏഷ്യൻ എലിഫൻസ് കാണപ്പെടുന്നത് ഇന്ത്യയിൽ തന്നെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 2017 സെൻസസ് പ്രകാരം 29,964 എലിഫൻസ് ആണ് ഏഷ്യൻ എലിഫൻസ് ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. 31 എലിഫന്റ് റിസർവ്സ് നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഓർത്തിരിക്കുകയാണ്. 31 എലിഫന്റ് റിസർവ്സ് ആണ്. അതിനകത്ത് ഏറ്റവും ന്യൂസ് എന്ന് പറയുമ്പോഴേക്കും ലേറ്റസ്റ്റ് അഡീഷൻസ് ആണ്. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദന്തേലി എലിഫന്റ് റിസർവ് കർണാടക. ദന്തേലി എലിഫന്റ് റിസർവ് റീസെന്റ് സീൻ ന്യൂസ് ഇൻ വിച്ച് ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന് ചോദിക്കാം. കർണാടകത്തിലാണ് അതുള്ളത്. സിംഗ്ഫൻ എലിഫന്റ് റിസർവ് നാഗാലാൻഡിലും ലെംറു എലിഫന്റ് റിസർവ് ഛത്തീസ്ഗഡിലാണ്. ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് അഡീഷൻ ആയിട്ട് പറയപ്പെടാനുള്ളത്. 2017 എലിഫന്റ് സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ എലിഫൻസ് ഉള്ളത് കർണാടകത്തിലാണ്, വിത്ത് 6,049 ഇൻഡിവിജ്വൽസ്. 6,049 എലിഫൻസ് ആണ് കർണാടകത്തിലുള്ളത്, ഫോളോഡ് ബൈ ആസാം ആൻഡ് ദെൻ കേരളം. അപ്പോൾ ആദ്യത്തെ 3 സംസ്ഥാനങ്ങൾ ഓർത്തിരിക്കാനായിരിക്കും. ഏറ്റവും കൂടുതൽ എലിഫൻസിനെ കാണപ്പെടുന്നത് കർണാടകം, പിന്നെ ആസാം, അതിനുശേഷമാണ് കേരളം ഉള്ളതെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. ദെൻ സ്പീഷീസ് ഓഫ് എലിഫൻസ് പ്രധാനമായിട്ടും ഇന്ത്യൻ, സുമാത്രൻ ആൻഡ് ശ്രീലങ്കൻ എലിഫൻസ് ആണ് മെയിൻലി ഉള്ളത്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു 2 വർഷം മുമ്പ് PYQ-നകത്ത് ഉണ്ടായിരുന്ന എലിഫൻസിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ഈ എലിഫൻസിന്റെ ജസ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഈ പറഞ്ഞ പോലെ ഏഷ്യൻ എലിഫൻസ് ഹാവ് ദ ലോങ്സ്റ്റ് നോൺ ജസ്റ്റേഷണൽ പീരീഡ് അമംഗ് മാമൽസ് ലാസ്റ്റിംഗ് അപ് ടു 680 ഡേയ്സ് ആണ്. 22 മന്ത്സ് ആണ് ഏഷ്യൻ എലിഫൻസിലെ ജസ്റ്റേഷൻ പീരീഡ് ആയിട്ട് കൽപ്പിക്കപ്പെടുന്നത്. ദെൻ കമ്പയർഡ് ടു ആഫ്രിക്കൻ 7 എലിഫൻസ്, ഏഷ്യൻ എലിഫൻസ് ഹേർഡ്സ് ആർ നോട്ടബിളി സ്മോളർ ഇൻ സൈസ്. അപ്പോൾ ഏഷ്യൻ എലിഫൻസിന്റെ ഹേർഡ്സ് സ്മോളർ കമ്പാരിറ്റീവ്ലി ആണ് ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആഫ്രിക്കൻ എലിഫൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. Then within elephant herds, the largest and the oldest female, known as a matriarch, assumes the leadership. അപ്പോൾ ഫീമെയിൽസ് ആണ് ഇതിന്റെ ലീഡർഷിപ്പ് ഈ പറഞ്ഞ പോലെ അസ്യൂം ചെയ്യപ്പെടുന്നത്. ആൻഡ് ഡിസിഷൻ മേക്കിംഗ് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത് ഫീമെയിൽ എലിഫൻസിനാണെന്നുള്ള കാര്യം ഓർക്കുക. ലാർജസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ഫീമെയിൽ എലിഫന്റിനാണ് ആ മാട്രിയാർക്ക് എന്നുള്ളൊരു പൊസിഷൻ അവാർഡ് ചെയ്യപ്പെടുന്നത്. ദെൻ ഈ പറഞ്ഞ പോലെ ഫീമെയിൽ എലിഫൻസ് ടിപ്പിക്കലി ഗീവ് ബർത്ത് ടു കാവ്സ് എവറി 4 years. ഓരോ 4 വർഷം കൂടുമ്പോഴാണ് ഏഷ്യൻ എലിഫൻസിൽ ഈ പറഞ്ഞ പോലെ ഫീമെയിൽ എലിഫൻസ് ഗീവ് ബർത്ത് ടു കാവ്സ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ then throughout Asia, elephants hold significant cultural importance and have a long history of close association with the humans, evolving as symbolic figures in various cultures. നമ്മുടെ കൾച്ചറിന്റെ ഭാഗം കൂടിയാണ് എലിഫൻസ് ഉള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് ബേസിക്കലി. പിന്നെ ഇവയുടെ പ്രൊട്ടക്ഷൻ സ്റ്റാറ്റസ് ആണ് IUCN പ്രകാരം എൻഡേഞ്ചർഡ് സ്റ്റാറ്റസും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ 1972 പ്രകാരം ഷെഡ്യൂൾ 1 ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സൈറ്റ്സിനകത്ത് അപ്പൻഡിക്സ് 1 തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ സിമിലർ സ്റ്റാറ്റസ് തന്നെയാണ് തൊട്ടുമ്പോൾ നമ്മൾ കണ്ട ലയൺടെയിൽ മക്കാക്യൂസിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഓർത്തിരിക്കാൻ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. പിന്നെ ഇതിന്റെ ന്യൂസ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. റീസെന്റ് ഈ പറഞ്ഞ പോലെ ക്യാപ്റ്റീവ് എലിഫന്റ് റൂൾസിനകത്ത് ഈ പറഞ്ഞ ഗവൺമെന്റ് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് അത് വെച്ചിട്ട് വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കാം. ക്യാപ്റ്റീവ് എലിഫൻസ് എന്ന് പറഞ്ഞാൽ അണ്ടർ സ്ട്രിക്ട് റെഗുലേഷൻസ് കൺസിഡറിംഗ് ദർ ഹിസ്റ്റോറിക്കൽ റോൾസ് ആൻഡ് സിഗ്നിഫിക്കൻസ്, ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ക്യാപ്റ്റീവ് എലിഫൻസ് ഈസ് നൗ പെർമിറ്റഡ് ഫോർ സ്പെഷ്യൽ പർപ്പസ് ലൈക്ക് എഡ്യൂക്കേഷൻ ആൻഡ് സയന്റിഫിക് റിസർച്ച് സബ്ജക്ട് ടു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ റെഗുലേഷൻ. പുതിയ നിയമങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ക്യാപ്റ്റീവ് എലിഫൻസിനെ പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സർട്ടൺ റെഗുലേഷൻ വെച്ചിട്ടാണ് എഡ്യൂക്കേഷൻ പർപ്പസസ്, സയന്റിഫിക് റിസർച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ക്യാപ്റ്റീവ് എലിഫൻസിന്റെ ട്രാൻസ്ലൊക്കേഷൻ അലോ ചെയ്തിരിക്കുന്ന കാര്യം മനസ്സിലേക്ക് വെച്ചേക്കാം. ഇത്രയാണ് ആ ഒരു ആർട്ടിക്കിൾ നമുക്ക് എക്സാം വ്യൂ പോയിന്റിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത ആർട്ടിക്കിൾ നമ്മുടെ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളാണ്. പോക്സോ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. എ മൈനർ ഗേൾ വിക്ടിം സപ്പോർട്ട് സ്കീം ദാറ്റ് ലോസസ് ഇറ്റ്സ് വേ എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പ്രധാനമായിട്ടും പറയപ്പെടുന്നത്. സോ ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ആദ്യം തന്നെ എന്താണ് പോക്സോ ആക്ട്, അതിന്റെ മേജർ പ്രൊവിഷൻസ് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അതിനുശേഷം ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഡീൽ ചെയ്യുന്ന ഒരു സ്കീമാണ് സ്കീം ഫോർ കെയർ ആൻഡ് സപ്പോർട്ട് ടു വിക്ടിംസ് അണ്ടർ സെക്ഷൻ 4 and 6 ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഓഫൻസസ് ആക്ട് 2012. അതായത് പോക്സോ ആക്ടിനകത്ത് ഈ ഒരു സബ് സ്കീമായിട്ട് വരുന്നതാണ് സ്കീം ഫോർ കെയർ ആൻഡ് സപ്പോർട്ട് ടു വിക്ടിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്കീമിനെ കുറിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ എനിവേ ഫസ്റ്റ് ഓഫ് ഓൾ പോക്സോ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. 2012 ഈ ഒരു ആക്ട് നിലവിൽ വന്നത്.
ഫസ്റ്റ് കോംപ്രഹെൻസീവ് ലോ ഇൻ ദ കൺട്രിയാണ് ഡീലിംഗ് വിത്ത് സ്പെഷ്യലി വിത്ത് സെക്ഷൽ അബ്യൂസ് ഓഫ് ചിൽഡ്രനുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് കോംപ്രഹെൻസീവ് ലോ ആണ് ഈ പോക്സോ ആക്ട് 2012. ആൻഡ് ഈ പറഞ്ഞ പോലെ ഇതിന്റെ ബേസിക് എയിം ചോദിച്ചു കഴിഞ്ഞാൽ ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ അസോൾട്ടിനെതിരായിട്ട് കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയപ്പെടേണ്ടത്. ദെൻ ഈ പറഞ്ഞ പോലെ ഇതിന്റെ കീ പ്രൊവിഷൻസ് നോക്കണം. ഈ ഒരു ആക്ട് പ്രകാരം ചൈൽഡ് എന്ന വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോഴേക്കും അതിന്റെ ഏജ് എന്ന് പറയുമ്പോൾ ആളുടെ ഏജ് എന്ന് പറയുമ്പോഴേക്കും അണ്ടർ ദ ഏജ് ഓഫ് 18 ആണ്. അണ്ടർ ദ ഏജ് ഓഫ് 18 ആണ് നമ്മൾ ഒരാളെ ഈ ഒരു ആക്ട് പ്രകാരം ചൈൽഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. എനി പേഴ്സൺ അണ്ടർ ദ ഏജ് ഓഫ് 18 ആണ്. ദെൻ ഈ പറഞ്ഞ പോലെ നോൺ റിപ്പോർട്ടിംഗ് ഇസ് എ ക്രൈം ആണ്. എവിടെയെങ്കിലും കുട്ടികൾക്കെതിരായിട്ട് അതിക്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടാതിരുന്നു കഴിഞ്ഞാൽ, റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതൊരു ക്രൈമായിട്ടും ഈ ഒരു ആക്ടിനകത്ത് പരാമർശിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ക്രൈമുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന് ടൈം ലിമിറ്റ് വെച്ചിട്ടില്ല. അതായത് എന്നുണ്ടായ അല്ലെങ്കിൽ എന്ന് ഒക്കർ ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് കീപ്പിംഗ് വിക്ടിംസ് ഐഡന്റിറ്റി കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഇതിനകത്ത് വിക്ടിമിന്റെ ഐഡന്റിറ്റി കാര്യങ്ങളൊന്നും തന്നെ പുറത്തേക്ക് വിടാൻ പാടില്ലാത്തതാണ്. ദെൻ നമ്മൾ അടുത്ത ഒരു ഇത്രയും കാര്യങ്ങളാണ് ആ പോക്സോ ആക്ടിനകത്ത് പ്രധാനപ്പെട്ട എക്സാം വ്യൂ പോയിന്റ്സ്. അതിനകത്ത് നമ്മളിപ്പം പറഞ്ഞ സ്കീം ഉണ്ടല്ലോ, സ്കീം ഫോർ കെയർ ആൻഡ് സപ്പോർട്ട് ടു വിക്ടിംസ് എന്ന് പറയുന്നത്, ആ ഒരു സ്കീമിനെ കുറിച്ച് അടുത്ത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതിനകത്ത് മേജർ പ്രൊവിഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സ്കീം നടപ്പാക്കിയിരിക്കുന്ന ഈ പറഞ്ഞ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് സ്കീം നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ദെൻ ഈ പറഞ്ഞ ഈ സ്കീം പ്രകാരം സ്കീം സീക്സ് ടു അസസ് മൈനർ ഗേൾസ് ഹു ഹാവ് ബീൻ അബാൻഡൻ. ഈ സ്കീം എന്തിനു വേണ്ടിയിട്ടാണ്? സ്പെഷ്യൽ കെയർ എന്നുള്ള ടോപ്പിക്കാണ് വരുന്നത്. അതായത് പലപ്പോഴും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ റേപ്പ് വിക്ടിംസ് ആയിട്ട് മാറപ്പെടുന്ന കുട്ടികളിൽ അവർ ഈ പറഞ്ഞ പോലെ കുടുംബങ്ങൾ അബാൻഡൻ ചെയ്യുന്ന പല പ്രശ്നങ്ങളും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവരെ ഈ പറഞ്ഞ പോലെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ടു അസസ് മൈനർ ഗേൾസ് ഹു ഹാവ് ബീൻ അബാൻഡൻ ബൈ ദെയർ ഫാമിലീസ് ഡ്യൂ ടു ഫോഴ്സ്ഡ് പ്രഗ്നൻസീസ് റിസൾട്ടിംഗ് ഫ്രം റേപ്പ് ഓർ ഗ്യാങ് റേപ്പ്. Then it acknowledges the physical and emotional trauma experienced by minor victims of rape and aggravated assault, especially in cases where they become pregnant. അപ്പോൾ ഇങ്ങനെയുള്ള മൈനർ കുട്ടികളെ, ഈ പറഞ്ഞ പോലെ മൈനർ ആയിട്ടുള്ള കുട്ടികളെ ഈ പറഞ്ഞ പോലെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ സ്കീമിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയപ്പെടുന്നത്. ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോഴേക്കും ഏജ് അണ്ടർ 18 ആയിരിക്കണം. Then ഈ പറഞ്ഞ പോലെ become pregnant due to rape or assault as per the provisions of POCSO Act. Then ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് not mandatory for victims to possess a copy of FIR. FIRന്റെ കോപ്പിയും കാര്യങ്ങളുള്ള ആളുകളെ മാത്രമേ ഇതിനകത്ത് പ്രൊട്ടക്ട് ചെയ്യുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഏതൊരു കുട്ടിയും ഈ മീൻസ് പറഞ്ഞാൽ ഈ പോക്സോ ആക്ടിന് കീഴിലേക്ക് വരുന്ന, ഇതിനകത്ത് അണ്ടർ ദ ഏജ് ഓഫ് 18 വരുന്ന ഏതൊരു കുട്ടിയെയും ഈ സ്കീം പ്രകാരം ആ സ്പെഷ്യൽ കെയർ എന്നുള്ള സ്കീമിനകത്ത് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നതാണ്. ദെൻ ഇതിനകത്ത് പ്രൊവിഷൻസ് എന്ന് പറയുമ്പോഴേക്കും മെയിൻലി ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നിർഭയ ഫണ്ടിന്റെ കാര്യങ്ങൾ വെച്ചിട്ടാണ്. നിർഭയ ഫണ്ട് ഈ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് നിർഭയ ഫണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഇതിന്റെ കണക്റ്റഡ് ആയിട്ട് പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. സോ ദെൻ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് സപ്പോർട്ട് കൊടുക്കുമ്പോഴേക്കും എന്തൊക്കെ സപ്പോർട്ടുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആൻഡ് നോൺ എമർജൻസി ആക്സസ് ടു വേരിയസ് സർവീസ് ഇൻക്ലൂഡിംഗ് എഡ്യൂക്കേഷൻ കാര്യങ്ങൾ, ദെൻ പോലീസ് അസിസ്റ്റൻസ്, ഹെൽത്ത് കെയർ അസിസ്റ്റൻസ്, ലീഗൽ സപ്പോർട്ട്, ഇതെല്ലാം ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് കൊടുക്കുന്നതായിരിക്കും. ദെൻ ഇൻഷുറൻസ് കവറേജ് വിൽ ഓൾസോ ബി പ്രൊവൈഡ് ഫോർ മൈനർ വിക്ടിം ആൻഡ് ഹെർ ന്യൂ ബോൺ. മൈനർ വിക്ടിമിനും അവളുടെ ന്യൂ ബോണിനും ഇൻഷുറൻസ് കവറേജും കൃത്യമായിട്ടും കൊടുക്കുന്നതായിരിക്കും. ഓക്കെ. ദെൻ നിർഭയ ഫണ്ടിന്റെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ, സോ നിർഭയ ഫണ്ട് 2013 എസ്റ്റാബ്ലിഷ് ചെയ്താണ്. ഇറ്റ്സ് നോൺ ലാപ്സബിൾ കോർപ്പസ് ഫണ്ടാണ് കേട്ടോ. പലപ്പോഴും ഫണ്ടുകൾ ലാപ്സബിൾ ഫണ്ട് എന്നാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് നോൺ ലാപ്സബിൾ ആയിട്ടുള്ള കോർപ്പസ് ഫണ്ടാണ് ഫോർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് വുമൺ. ഈ ഒരു ഫണ്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ്. അതേപോലെ ഈ ഒരു ഫണ്ടിന്റെ നോഡൽ ഏജൻസി ആയിട്ട് നിൽക്കുന്ന മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് ഇതിന്റെ നോഡൽ ഏജൻസി. അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണെങ്കിൽ നോഡൽ മിനിസ്ട്രി ആയിട്ട് ആക്ട് ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് തന്നെയാണ്. അതേപോലെ തന്നെ മറ്റൊരു മിഷനാണ് മിഷൻ വാത്സല്യം. മിഷൻ വാത്സല്യം സെൻട്രലി സ്പോൺസർഡ് സ്കീമാണ് അണ്ടർ മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്നുള്ള കാര്യം കൂടി മനസ്സിലേക്ക് വെച്ചേക്കാം. ഇത്രയാണ് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് എക്സാം വ്യൂ പോയിന്റിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് റിന്യൂ ദ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസസ്, GSP എന്ന ഷോർട്ടിൽ അറിയപ്പെടുന്നു. ഇത് കാര്യം US-ന്റെ ഒരു നിയമമാണ്. കാരണം ഈ ഒരു നിയമം എന്താണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരുന്നത്. കാരണം നിലവിൽ ഇന്ത്യക്ക് ഈ ഒരു നിയമപ്രകാരം ഇളവുകളില്ല. നേരത്തെ ഉണ്ടായിരുന്നു, അത് പക്ഷേ ഇതിനു മുമ്പത്തെ US പ്രസിഡന്റ് ആയിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യ അതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇന്ത്യ വീണ്ടും ഈ പറഞ്ഞ പോലെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. അപ്പോൾ എന്തായാലും മെയിൻലി ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിൽക്കാം. സോ GSP അഥവാ ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് ഇസ് എ US ട്രേഡ് പ്രോഗ്രാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, US-ന്റെ ട്രേഡ് പ്രോഗ്രാം ആണ്. ഇനീഷ്യേറ്റ് ആണ് January 1, 1976 US-ൽ ഈ പറഞ്ഞ ട്രേഡ് ആക്ട് 1974 പ്രകാരം അവർ കൊണ്ടുവന്നതാണ്. സോ ഒറ്റ വാക്യം ഓർത്തില്ല, US ട്രേഡ് പ്രോഗ്രാം എന്നുള്ള കാര്യം മെയിനിൽ മനസ്സിലാക്കിയിരുന്നേക്കാം. സോ ഈ ട്രേഡ് പ്രോഗ്രാം പ്രകാരം ഇറ്റ് അലൗസ് സർട്ടൻ ഡെവലപ്പിംഗ് കൺട്രീസ്, ഓക്കെ, ഡെവലപ്പിംഗ് ആയുള്ള രാജ്യങ്ങൾക്ക് ചെറിയ ഇളവുകൾ നൽകുന്നു, സച്ച് ആസ് ടു പേ
ഫ്യൂവർ ഓർ സീറോ ഡ്യൂട്ടീസ് ഓൺ ദെയർ എക്സ്പോർട്സ് ടു ഡെവലപ്ഡ് കൺട്രീസ്. ഡെവലപ്ഡ് രാജ്യങ്ങളിലേക്ക് ഡെവലപ്പിംഗ് കൺട്രീസ് നൽകുന്ന ഈ പറഞ്ഞ പോലെ എക്സ്പോർട്ടിന് ചെറിയത് certain ഒരു ഈ പറഞ്ഞ ഫ്യൂവർ അല്ലെങ്കിൽ സീറോ ഡ്യൂട്ടീസ് നടപ്പാക്കുക എന്നുള്ളതാണ് GSPയുടെ ഉദ്ദേശമായിട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ GSPയിൽ ഇളവ് കിട്ടുന്ന രാജ്യങ്ങൾ അമേരിക്കയിലൊക്കെ തന്നെ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോഴേക്കും ആ രാജ്യങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ട് ഡ്യൂട്ടി മീൻസ് അമേരിക്ക ചാർജ് ചെയ്യുന്ന ഈ പറഞ്ഞ പോലെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. സോ അങ്ങനെ വരുമ്പോഴേക്കും താരതമ്യം ഈ പറഞ്ഞ പോലെ കൂടുതൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ കൂടുതൽ എക്സ്പോർട്ട് നടത്താനായിട്ട് ആ രാജ്യങ്ങൾക്ക് സഹായിക്കും അമേരിക്കയിലേക്ക്. സോ ദ ബേസിക് എയിം ഈസ് ടു പ്രൊമോട്ട് എക്കണോമിക് ഗ്രോത്ത് ഇൻ ദ ബെനിഫിഷ്യറി കൺട്രി ബൈ ഫെസിലിറ്റേറ്റിംഗ് ദെയർ എക്സ്പോർട്സ്. അവരുടെ എക്സ്പോർട്സ് വളർത്തി കൂടുതൽ ഈ പറഞ്ഞ പോലെ എക്കണോമിക് ഗ്രോത്ത് ആ രാജ്യങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, ആ ഡെവലപ്പിംഗ് കൺട്രീസിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് GSPയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയപ്പെടുന്നത്. സോ എന്തായാലും നിലവിൽ ഈ പറഞ്ഞത് മെയിൻലി ഇപ്പോൾ എലിജിബിൾ പ്രോഡക്ട്സ് ഫ്രം ബെനിഫിഷ്യറി കൺട്രീസ് റിസീവ് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ്. അതായത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഡ്യൂട്ടി ഉണ്ടാവും, ഈ രാജ്യങ്ങൾക്ക് ചെറിയ ഇളവുകൾ കൊടുക്കുന്നത് അതിനാണ് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ഇൻ ടേംസ് ഓഫ് റെഡ്യൂസ്ഡ് താരിഫ്സ്, അതായത് റേറ്റുകൾ കുറവ്, ഓർ ഡ്യൂട്ടി ഫ്രീ ആക്സസ് ടു മാർക്കറ്റ്സ് ഓഫ് ദ ഡെവലപ്ഡ് കൺട്രീസ് ഓഫറിംഗ് GSP പ്രിവിലേജസ്. അപ്പോൾ നേരത്തെ ഇന്ത്യക്ക് ഇത് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഡൊണാൾഡ് ട്രംപിന്റെ കാലഘട്ടത്തിൽ ഇന്ത്യ ഇതിൽ നിന്നും മാറ്റി വീണ്ടും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സോ എന്താണ് GSP എന്നുള്ളത് ഓവർവ്യൂ കൃത്യമായിട്ട് എക്സാം വ്യൂ പോയിന്റിൽ നിന്ന് പഠിച്ചു വെച്ചാൽ മതി. സോ ദെൻ നമ്മുടെ ടോപ്പിക്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ലാസ്റ്റ് പ്രിലിംസ് ടോപ്പിക്കാണ് ലയൺ ടൈൽഡ് മക്കാക്യുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇവിടെ കാണാൻ സാധിക്കും. ദർ എൻഡമിക് ടു വെസ്റ്റേൺ ഗാർഡ്സ് ഓഫ് ഇന്ത്യ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഇസ് ലിസ്റ്റഡ് ആസ് എൻഡേഞ്ചർഡ് എന്ന IUCN ലിസ്റ്റ് ഓഫ് റെഡ് സ്പീഷീസ്. ദെൻ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് എങ്കിൽ നിങ്ങൾക്ക് A ഓപ്ഷൻ ചൂസ് ചെയ്യാം, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് എങ്കിൽ B ഓപ്ഷൻ, രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ C ഓപ്ഷനും, രണ്ടും തെറ്റാണെങ്കിൽ D ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ആൻസർ ഈ പറഞ്ഞ ഇത് നമ്മുടെ സെഷൻ ആ ഒരു ലയൺ ടൈൽഡ് മക്കാക്യുമായിട്ട് ബന്ധപ്പെട്ട സെഷൻ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആൻസർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, സോ അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഇന്നത്തെ DNA പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.